എമ്പുരാൻ മൂവിയുടെ ഒരു പ്രസ് കോൺഫറൻസ് നമ്മുടെ പൃഥ്വിരാജ് നടത്തിയതാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ? മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു ഡയറക്ടർ മ്യൂസീഷ്യൻസിനെ പറ്റി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ആ വേർഡ് പോലും ആരും മെൻഷൻ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അത് മിസ്സായെങ്കിൽ കണ്ടു നോക്കാം. Deepak Dev is the name. One of the finest musicians in the country, if you ask me. A genius sound programmer. And a wonderful team of programmers worked with Deepak on this. ഹായ്, ഞാൻ ശ്യാമഡാട്ട്, കൂടെ നമസ്കാരം, രഞ്ജിത്ത് മേലേപ്പാട്. ഞങ്ങളൊരു മ്യൂസിക് ചിറ്റ്ചാറ്റാണ് പ്ലാൻ. ഇതുവരെ എന്തായാലും നന്നായി ഇപ്പം അത് പറഞ്ഞത്. കാരണം കുറച്ച് ദിവസം ശ്യാമ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണ്, ചേട്ടാ നമുക്കൊന്ന് തൃശ്ശൂർ വരെ അടാട്ട് വരെ ഒന്ന് വരണം, എന്നിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് അതെ 2 ക്യാമറാമാരുണ്ട്. മഴവെള്ളപ്പാച്ചു ക്യാമറമാൻ, നല്ല പേരല്ലേ മഴപ്പാച്ചു. അതെ അതെ. അപ്പൊ അവരുടെ അതെ അനിരുദ്ധമുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ 2 സീറ്റ് ഇട്ടപ്പോൾ ഇരുന്നിട്ട് ഇനി ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇവിടെ എന്താ സംഭവിക്കാൻ. ഇത് കംപ്ലീറ്റ്ലി ഒരു മ്യൂസിക് ടോക്കാണ്. അതിൻ്റെ ഉള്ളിൽ എന്തും വരും. മ്യൂസിക് ടോക്കിന്റെ ഉള്ളിൽ നമ്മുടെ ഇത് ഒരു എന്താ പറയാ, നമ്മൾ ആധികാരികമായിട്ട് എന്തെങ്കിലും പറയല്ല, നമ്മുടെ രണ്ടുപേരും തോട്ട്സ് ആയിരിക്കും. ആധികാരികമായിട്ട് പറയാൻ എന്തായാലും വിളിക്കില്ല, ഞാനും ഇരിക്കില്ലല്ലോ, സ്വാഭാവികം. പക്ഷേ ഈ ഒരു മ്യൂസിക് ടോക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കമന്റ് ബോക്സ് ഈസ് ഓപ്പൺ. നമ്മൾ പറയുന്ന തെറ്റുകൾ അവിടെ ചൂണ്ടിക്കാണിക്കാം, അതിന് മുകളിലൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഇതൊരു ഒബ്സർവേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു പാട്ടിനെ പറ്റിയിട്ടാണെങ്കിൽ അതൊരു ഒബ്സർവേഷൻ ആയിരിക്കും നമ്മുടെ. അത് ഒരു ഒറ്റ ഒബ്സർവേഷൻ അല്ലല്ലോ, പല ഡയമെൻഷൻസ് ഉണ്ടാവുമല്ലോ. ഡയമെൻഷൻസ് ശരി, കുഴപ്പമില്ല. കമന്റ് ബോക്സിൽ വന്നു തുടങ്ങി. ഇത് അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറയാം. അതാ പറഞ്ഞത്, കമന്റ് ബോക്സ് ഇസ് ഓൾവേസ് ഓപ്പൺ. സജഷൻസ്, തിരുത്തുകൾ എന്തും ആവാം. ഇന്ന് പൃഥ്വിരാജിൻ്റെ ആ വേർഡാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു വേർഡ്. ഒന്നുകൂടി കണ്ടോക്കാം. Deepak Dev is the name. One of the finest musicians in the country, if you ask me. What I really love about Deepak is that on one level, he's a very pure musician, but he's also a genius sound programmer. And a wonderful team of programmers worked with Deepak on this. അപ്പം ശ്യാം, നമ്മൾ പല സിനിമകളുടെയും പ്രസ് മീറ്റുകളും അതുപോലെ തന്നെ പ്രൊമോഷൻസും ഒക്കെ കാണുമ്പോഴും സംവിധായകൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്ന ഒരു പേര് പലപ്പോഴും മ്യൂസിക് കമ്പോസറുടെയും ഒക്കെ പേരുകൾ എപ്പോഴും സജസ്റ്റ് പറയും. ആ സിംഗേഴ്സിൻ്റെ അടുത്ത് ആ പാട്ടിന് ആ വോയിസ് എത്രത്തോളം അഡാപ്റ്റ് ആയിരുന്നു, എത്രത്തോളം അത് സിനിമയ്ക്ക് അനുയോജ്യമായതായിരുന്നു എന്നുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് പൃഥ്വിരാജിനെ പോലുള്ള ഒരു ഡയറക്ടർ ഒരു പ്രോഗ്രാമർ, അല്ലെങ്കിൽ ദേ ഹാഡ് എ ഗുഡ് സെറ്റ് ഓഫ് പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞൊരു നിമിഷം സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം വന്നു. അല്ല, ഒരു ശരിക്ക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ, ആ പ്രോഗ്രാമിംഗ് ഡെപ്ത് ഒക്കെ ആ പാട്ടിനെ മാറ്റിമറിക്കും. തീർച്ചയായിട്ടും നമ്മൾ വെറുതെ റോ ആയിട്ടുള്ള ഒരു ഐഡിയനെ ആ ഒരു ജമ്മാക്കി എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ദീപക് ദേവ് ഒക്കെ കിടിലം പ്രോഗ്രാമറാണ് ഹിംസെൽഫ്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞാൽ കിടിലോസ്കികളായിരിക്കും. അത് മാത്രമല്ല, എൻ്റെ ഒരു ഒബ്സർവേഷൻ, അപ്പോൾ ഞാനത് ദീപകേട്ടൻ നമുക്ക് വളരെ സ്നേഹമുള്ള, വളരെ അടുത്ത് അറിയുന്ന ഒരാളാണ്. അപ്പോൾ ദീപകേട്ടൻ ഞാൻ ഈ എമ്പുരാൻ പോലുള്ളൊരു സിനിമയിലെ അദ്ദേഹം എടുത്ത ഏറ്റവും വലിയൊരു സ്മാർട്ട് ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ ഹി ഹാഡ് സെലക്ടഡ് സം ഓഫ് ദി യങ്സ്റ്റേഴ്സ്. അതായത് ഇപ്പോൾ ഒരു 20-ഉം 25-നും വയസ്സിന് ഇടയിലുള്ള കുറച്ച് ആളുകളെ, അതായത് അങ്ങനെ ആൾക്കാരെയാണ് വൺ ഓഫ് ദി മെയിൻ പ്രോഗ്രാമേഴ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്. കൂടെ ജിം സത്യൻ സാറിനെ പോലുള്ള സീനിയേഴ്സ് ആയിട്ടുണ്ട്. എന്നാൽ പോലും ആ ഒരു സെലക്ഷൻ ഭയങ്കര ആയിരുന്നു. ഈ യൂട്യൂബിൽ സോങ്സ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് റിലീസ് ആയതിനു ശേഷം, അതിന് മുമ്പും 1-2 വളരെ വിരലുണ്ടാവുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഡീറ്റെയിൽഡ് ലിസ്റ്റിൽ. ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലിസ്റ്റ് കൊടുക്കുക ആർട്ടിസ്റ്റുകളുടെ. അതിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും പ്രോഗ്രാംഡ്, അറേഞ്ച്ഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഫ്ലൂട്ടിസ്റ്റുകളുടെ പേര് എഴുതും. അതിൽ കാണുമ്പോൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളകം കൊള്ളും. അല്ല, അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു ക്രെഡിറ്റ് നമുക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഈ പ്രോഗ്രാമേഴ്സിനെ പറ്റി എടുത്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ എക്സൈറ്റിംഗ്. എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസനാണ് തോന്നുന്നു, എനിക്ക് സിനിമയുടെ ആദ്യം ഈ പ്രോഗ്രാമേഴ്സിന്റെ പേര് ഫസ്റ്റ് ടൈറ്റിൽ തന്നെ വെക്കാനുള്ള തിയേറ്ററിൽ ഫസ്റ്റ് ടൈറ്റിൽ തന്നെ ഇപ്പോൾ മേക്കപ്പ്, അങ്ങനെ അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സിന്റെ പേര് ഇപ്പോൾ വളരെ സാധാരണമായിട്ട് കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഭയങ്കര ടാസ്ക് ആണല്ലോ. ഇനി ആ ടാസ്കിനെ പറ്റി ഒന്ന് വിവരിച്ചു കൊടുത്തോളൂ. എത്രത്തോളം ടഫായിരിക്കും ഒരു പാട്ട് പ്രോഗ്രാം ചെയ്യാൻ? അതൊരു പാട്ട് കൺസീവ് ചെയ്യുന്നു, ഒരു ബേബിയാണല്ലോ, അതിനെ നമ്മളിങ്ങനെ പാലൂട്ടി വളർത്തുക എന്ന് പറയുന്ന പോലെയാണല്ലോ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് അല്ല, ഇന്ന് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇന്ന് പ്രോഗ്രാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കിപ്പോൾ കേരളത്തിൽ പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ തന്നെ എറണാകുളത്ത് ഒരുവിധം മ്യൂസിക് കമ്പോസേഴ്സ് മുഴുവനും പ്രോഗ്രാമേഴ്സ്. വിഷ്ണു ശിവൻ നല്ല കിടിലം പ്രോഗ്രാമർ, പുതിയ സാറിന്റെ കൂടെ പുള്ളി ഉണ്ടായിരുന്നല്ലോ. അതുപോലെ വേറൊരു വിഷ്ണു ഉണ്ട് കൊച്ചിയിൽ തന്നെ. അതിന് വിഷ്ണു നോക്കി കഴിഞ്ഞാൽ കുറെ പ്രോഗ്രാമേഴ്സിന്റെ ലിസ്റ്റിലുണ്ട്. വിഷ്ണു നല്ലൊരു ഐശ്വര്യമുള്ള പേരാണ്. അല്ല, അതിന് മുമ്പ് ഈ അറേഞ്ചേഴ്സ് എന്നുള്ള പേരിൽ മുമ്പ്
അതെ അതെ ഇപ്പോൾ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര്. തീർച്ചയായിട്ടും. അതിപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരുടെയും ലിസ്റ്റ് നോക്കിയാൽ MS പി സാറിന്റെ കൂടെ RK ശേഖർ സാറാണെങ്കിലും കീരവാണി സാറാണെങ്കിലും അറേഞ്ചറായിട്ടും മറ്റേ ഒക്കെ തുടങ്ങിയാണ്. പിന്നെ നമ്മളെ വിട്ടുപോയ രാജാമണി സാറ്, ഇവരൊക്കെയും ഒരു കാലഘട്ടത്തിൽ ഈ മ്യൂസിക്, അതായത് ഇന്ന് പ്രോഗ്രാമേഴ്സിന്റെ സ്ഥാനം അലങ്കരിച്ചിരുന്ന ആളുകളായിരുന്നു. ഈ അറേഞ്ചേഴ്സിന്റെ എവല്യൂഷൻ എന്നുണ്ടല്ലേ പ്രോഗ്രാമർ. അതെ അതെ അതെ. അത് മാത്രമല്ല അന്ന് അറേഞ്ചേഴ്സിന് യാതൊരു തരത്തിലുള്ള പുറത്ത് ഒരു തരത്തിലുള്ള വിസിബിലിറ്റിയോ അല്ലെങ്കിൽ അറിയാനോ ഒന്നുമില്ല. പക്ഷെ ഇവരൊക്കെ 24 മണിക്കൂറും സ്റ്റുഡിയോയിലാണ്. ഇന്ന് പ്രോഗ്രാമേഴ്സും അതുപോലെ തന്നെ ആട്ടോ. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അങ്ങനെ അറിഞ്ഞു വരല് കുറവ്. ഈ യൂട്യൂബിലൊക്കെ നമുക്ക് ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും പ്രോഗ്രാമർ എന്ന് പറയുന്ന, ഇപ്പം ഞാനൊരു പ്രോഗ്രാമറാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയോട് പണ്ട് ആരോ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ആർട്ടിസ്റ്റുകൾക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള, ഇപ്പം ഞാൻ പോയിട്ട് ഒരു പെണ്ണ് കാണുന്ന സമയത്ത് എന്താ ചോദിക്കാം പ്രോഗ്രാമറാ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത് എന്തോ നിന്റെ പണി ചോദിക്കാൻ അല്ലെങ്കിൽ പെണ്ണും കിട്ടില്ല. സത്യസന്ധമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പം ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ടല്ലേ മ്യൂസീഷ്യൻ പറഞ്ഞ പെണ്ണ് കിട്ടില്ലല്ലോ. കമന്റ് ബോക്സ് ഓപ്പൺ ആണല്ലോ. ഇത് സത്യം പറയാനുള്ളൊരു വിനിയും കൂടിയാ. എന്റെ ഭാര്യയ്ക്ക് അറിയാം ഞാൻ വാനിനോടായി പോയിട്ടാണ് കല്യാണം കഴിക്കണേ. അതായത് മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞ പെണ്ണ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പൊ പിന്നെ നമുക്ക് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്പർ കാണിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റും. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്തിനാ എത്ര ഫോളോവേഴ്സ്? അപ്പൊ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോയി. നമ്മുടെ ടോപ്പിക് പ്രോഗ്രാമേഴ്സ് എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ കുറച്ച് ലെജൻഡറി പ്രോഗ്രാമേഴ്സിനെ പറ്റി നമ്മളൊന്ന് മെൻഷൻ ചെയ്തു പോകുന്നത് വളരെ. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വൺ ഓഫ് ദ സീനിയർ ആയിട്ടുള്ള പ്രോഗ്രാമറാണ് നമ്മളെ വിട്ടുപോയ കണ്ണൻ ചേട്ടൻ. കണ്ണൻ ചേട്ടനാണ് എനിക്ക് തോന്നുന്നത്, കണ്ണൻ ബെന്നി എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് അത്. ബെന്നി ചേട്ടൻ നമ്മുടെ ഇപ്പോൾ മണിച്ചിത്രത്താഴും വടക്കൻ നമ്പിരകാതയ്ക്ക് പോലുള്ള സിനിമകൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ റീഅറേഞ്ച് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് ബെന്നി ചേട്ടനാണ്. കണ്ണൻ ചേട്ടനാണ് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമർ എന്നുള്ളൊരു ഞാൻ പേഴ്സണലി ആദ്യം കേട്ട പേരുകളിൽ ഒരാളാണ് കണ്ണൻ ചേട്ടൻ. പിന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റിതം സൈഡിൽ ഈ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അശ്വിൻ ശിവദാസ് ഇതുപോലെ തന്നെ മോഹൻ സിത്താടൊക്കെ കൂടെ ഒരുപാട് വർക്കുകൾ അന്ന് തന്നെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, ഞാൻ പറയുന്നത് ഒരു 2001, 2002 കാലഘട്ടങ്ങളിൽ ശബ്ദം കാണാൻ തുടങ്ങിയത് 98 മുതലാണ്. അതായത് വിഷ്വലിലേക്ക്, അതായത് ശബ്ദത്തിലേക്ക്, അതായത് നമ്മളൊരു അനലോഗ് സെറ്റപ്പിൽ നിന്നും ശബ്ദത്തെ കാണാൻ തുടങ്ങി. അത് കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോഴാണ് ഈ വേവ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക്. അന്ന് മുതൽ അതിന്റെ മാനിപ്പുലേഷൻ തുടങ്ങി അല്ലെ. ആ മാനിപ്പുലേഷന്റെ ഒരു പല തരത്തിലുള്ള എക്സാക്ട്ലി അവിടുന്നാണ് ഇവര് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ ജിം സത്യ സാറിന്, ഞാൻ ഇറ അവാർഡ്സിന് പോയ സമയത്ത് ബോംബെയിൽ, അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞു, രഞ്ജിത്ത്, ഐ എം നോട്ട് എ പ്രോഗ്രാമർ, ഐ എം ആൻ ഓർക്കസ്ട്രേറ്റർ. രണ്ട് വ്യത്യാസം എന്ന് വെച്ചാൽ പുള്ളി അതിന്റെ ശബ്ദ, അതായത് തലങ്ങളെ കുറിച്ച് അതിനെക്കാട്ടും അതിന്റെ മ്യൂസിക്കാലിറ്റിയെ കുറിച്ചാണ് പുള്ളി അതിനെ അത്രയും പറയുന്നത്. അതല്ലാതെ ഞാനൊരു ഭയങ്കര സൗണ്ടിങ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെഷൻ അല്ല കൊടുക്കുന്നത്. മ്യൂസിക്കലി ഒരു സെഷനാണ്. ഭയങ്കര ഒരു ഭയങ്കര ഒരു നല്ല തോട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു പാട്ടിന്റെ വിധിയെ നിശ്ചയിക്കുന്നത് ആ പ്രോഗ്രാമർ തന്നെയാണ്. അത് ഹിസ് ടോൺ കളക്ഷൻസ് ഫ്രം VSTs. ഇപ്പൊ നമ്മൾ ഇഷ്ടംപോലെ VSTs ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ജോണറിനാണോ വേണ്ടത് അതിന് പറ്റിയ ടോൺസ് എടുത്ത് ആ പാട്ടിനെ ഭംഗിയാക്കുക എന്നുള്ളതാണ് ഒരു പ്രോഗ്രാമറുടെ ജോലി. ഞാൻ പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ പ്രത്യേകിച്ച് ദീപക് ദേവിന്റെ സോങ്സ് തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ഒരു മാറ്റം തോന്നിക്കുന്ന പോയിന്റ് തന്നെ അതാ. അവരുടെ ടോൺ സെലക്ഷൻ അനാവശ്യമായിട്ട് കുത്തി നിറക്കലില്ല. പിന്നെ അതുപോലെ തന്നെ സ്ട്രിങ്സിന്റെ ടോൺസ് അല്ലെങ്കിൽ സ്ട്രിങ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് രാഹുൽ രാജ്, പുള്ളിയുടെ അറേഞ്ച്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സൈഡ് ഉണ്ട്. അല്ല, ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ നമ്മളിൽ രണ്ടുപേരുടെയും മാത്രം നിൽക്കുന്ന ചില വിവരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു പക്ഷേ ഇതിലേക്ക് അറിയാവുന്ന വളരെ സീനിയർ ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ്, കാരണം നമ്മളിത് വെറുതെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് മാത്രം സംസാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പേര് ചിലപ്പോൾ അറിയണ്ടാവില്ല, ഇത് ആരാണ് പ്രോഗ്രാം ചെയ്തതെന്ന് അറിയണ്ടാവില്ല. പക്ഷെ ഈ പാട്ടിന്റെ അറേഞ്ച്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള സോങ്സ് ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. നമുക്ക് ട്രൈ ചെയ്യാം. അത് ആരാണ് പ്രോഗ്രാം ചെയ്തതെന്ന് തപ്പിയെടുക്കുക എളുപ്പമാവണമെന്നില്ല. പഴയ പാട്ടൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ട്രൈ ചെയ്യാം. ആൻഡ് അങ്ങനെ കമന്റ്സ് വരികയാണെങ്കിൽ, അങ്ങനെ ഡിമാൻഡ്സ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ട്രൈ ചെയ്ത് അങ്ങനെ ഒരു സെഷൻ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള, അതുപോലെ അതിപ്പോൾ അറേഞ്ചേഴ്സ് ആവട്ടെ, പ്രോഗ്രാമേഴ്സ് ആവട്ടെ, ഇവിടേക്കൊക്കെ ഉള്ളൊരു യാത്ര, അവരൊക്കെ കണ്ടെത്താനോ സംസാരിക്കാനോ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വഴിയാണെങ്കിൽ നമുക്ക് സന്തോഷം. അത് മാത്രമല്ല, ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യം, ഒരു പാട്ട് റിലീസാകുമ്പോൾ ചെയ്യുന്നുണ്ടാവും, എന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ സീ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത സിംഗേഴ്സ് അല്ലാതെ, മ്യൂസിക് ഡയറക്ടർ അല്ലാതെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ, ടെക്നീഷ്യൻസിന് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് വായിച്ചു നോക്കുക. അതിൽ എവിടെയെങ്കിലും ചാമടാട്ടുണ്ടോ നോക്കുക. അല്ല, ഡെഫിനറ്റ്ലി അതൊരു വലിയ കാര്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് എപ്പോഴും
വളരെ നല്ലത്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യം. ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.